എല്ലാവർക്കും വന്ദനം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ആരംഭിച്ചല്ലോ. വലിയ സന്തോഷത്തിൻ്റെ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തലന്മാർ പ്രവർത്തിക്കുമ്പോൾ അവരെന്ത് പ്രവർത്തിച്ചെന്നാണ്? അവരൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ അപ്പോസ്തലന്മാർ എന്താ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഇരുന്ന് അസാധാരണമായ ദൈവപ്രവർത്തികൾ ചെയ്യുകയാണ്. എന്നാൽ ഇതിൻ്റെ പേര് വന്നിട്ട് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് കൊടുത്തു. അതായത് പരിശുദ്ധാത്മാവ് ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് തരികയാണ്. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, പാസ്റ്റർ, ടീച്ചർ, പരിശുദ്ധാത്മാവാ ചെയ്യുന്നത് മുഴുവനും പരിശുദ്ധാത്മാവ്. എന്നിട്ട് അതിൻ്റെ മഹത്വം ആർക്ക് കിട്ടുന്നു? മനുഷ്യർക്ക് കിട്ടുന്നു. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ ചെയ്തതുപോലെ വീഞ്ഞുണ്ടാക്കിയിട്ട് യേശു ആരോടൊന്നും പറയാൻ നിന്നില്ല. ഇപ്പോൾ മണവാളന് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടി. വിരുന്നുവാടി പറയണം, നീ ഇത്രയും നല്ല വീഞ്ഞ് ഏറ്റവും ഒടുവിൽ സൂക്ഷിച്ചല്ലോ. എല്ലാവരും ഏറ്റവും ആദ്യം നല്ലത് വിളമ്പിയിട്ട് ഏറ്റവും ഒടുവിൽ വെള്ളം കൂട്ടിയൊക്കെ കൊടുക്കും. നീ ഇത്രയും നല്ലത്, ഇത്രയും ഗുണമുള്ളത്, മൂല്യമുള്ളത് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നല്ലോ. അതാണ് മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കിട്ടുക. അത് തന്നെയാണ് യോശുവയുടെ പുസ്തകത്തിൽ ദൈവം പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നെ എല്ലാവരും കാണുക വലിയവനാക്കാൻ തുടങ്ങും. അടുത്ത അധ്യായത്തിൽ 3-4 ഒക്കെ വായിക്കണം യോശുവയുടെ പുസ്തകം. എല്ലാ ഇസ്രായേലും കാണുക യോശുവയെ വലിയവനാക്കി. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിപാടിയാണ്. എല്ലാവരും കാണുക നമ്മെ ഒന്ന് മാനിക്കണം. ഇത് കർത്താവിൻ്റെ ഒരു പരിപാടിയാണ്. ക്രെഡിറ്റ് മുഴുവനും നമുക്ക് തരുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തലന്മാരൊന്നും പ്രവർത്തിച്ചിട്ടില്ല. മഹാപാപികളായിരുന്ന ഒരു മനുഷ്യന് എന്ത് ദൈവപ്രവർത്തി ചെയ്യാൻ? ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദൈവം ഒരുത്തൻ്റെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത് എല്ലാം ഈ പുസ്തകത്തിൽ നിറഞ്ഞ് നമുക്ക് കാണാം. എത്ര നല്ല ഒരു കർത്താവിനെ നമുക്ക് ദൈവം തന്നു, പിതാവ് തന്നു. നന്ദിയുള്ളവരായി നമുക്ക് യേശുവിനെ പാടി ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്
അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഇന്നത്തെ ചിന്ത അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ്. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. എല്ലാവരും കൂടിയിരിക്കുമ്പോൾ, 120 പേര് കൂടിയിരിക്കുമ്പോൾ, മാളിക മുറിയിൽ ആരാധന നടക്കുമ്പോൾ, സന്തോഷം കൊണ്ട് എല്ലാവരും നിറഞ്ഞിരിക്കുമ്പോൾ, മഹാസന്തോഷത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ, അവരുടെ ഭാവി ഓർത്ത് സന്തോഷം കൊണ്ട് തിങ്ങിയിരിക്കുമ്പോൾ, യേശു കടന്നുപോയി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷകൾ കൊണ്ട് ഹൃദയം വെമ്പൽ കൊള്ളുമ്പോൾ, അതിൻ്റെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. അതായത് പത്രോസ് എങ്ങനെയാണ് ഒന്നാമനായത്? മറ്റൊരു വാക്യം വായിച്ചാൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്, ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ് എന്നിങ്ങനെ പറഞ്ഞ് 12 പേരുടെ പേരവിടെ പറയുന്നുണ്ട്. ഒന്നാമൻ പത്രോസ് അവിടെ പറയുന്നു, ഒന്നാമൻ. മറ്റൊരു ഭാഗത്ത് ഒന്നാമനായ പത്രോസ് എന്ന് പറയുന്നു. എങ്ങനെ അദ്ദേഹം ഒന്നാമനായി? ഒന്നാമനാകാൻ കഴിയുമോ? അതിൻ്റെ യോഗ്യത എന്താണ്? ഒന്നാമനാകാൻ കഴിയുന്നത് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്. എനിക്ക് വേണമെങ്കിൽ ഒന്നാമനാകാം, എനിക്ക് വേണമെങ്കിൽ രണ്ടാമനാകാം, എനിക്ക് വേണമെങ്കിൽ പരാജയപ്പെടാം. പത്രോസ് ഒന്നാമനായിരുന്നോ? അല്ല. അവൻ പാപികളിൽ ഒന്നാമനായിരുന്നു. പൗലോസ് പറയുന്ന പോലെ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നാൽ ഒന്നാമനായ അപ്പോസ്തലനായിട്ട് പൗലോസ് മാറിയത് പിന്നത്തേതിൽ നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിലൊക്കെ കാണുന്നു. ഒന്നാമനായി എനിക്ക് എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് പത്രോസ് നമ്പർ 1 ആയി മാറിയത്? ആ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് പറഞ്ഞു. ആരും എഴുന്നേൽക്കാത്ത സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റാണ് പത്രോസ് ഒന്നാമനായത്. ആരും എഴുന്നേൽക്കാത്തപ്പോൾ പത്രോസ് എഴുന്നേറ്റു. നമുക്ക് പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും ഒക്കെ വായിച്ചു പോകുമ്പോൾ അവിടെയും കാണാം, ദൈവസഭയുടെ നടുവിൽ വലിയ ബാധയുണ്ടായി. അന്യ ജാതികളുമായി ഇസ്രായേൽ മക്കൾ ഇടകലർന്നു. ഈ സമയത്ത്
വലിയ ബാധയുണ്ടായപ്പോൾ ഒരു അന്യ സ്ത്രീയുമായിട്ട് ഒരു ഇസ്രായേൽക്കാരൻ ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് വന്ന ന്യായപ്രമാണത്തിൽ അത് വലിയ പാപമാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റു, അവരെ ഇല്ലായ്മ ചെയ്തു. അങ്ങനെ വലിയ ബാധയെ ഇല്ലാതെയാക്കി. ഫിനെഹാസിന് വേണമെങ്കിൽ എഴുന്നേൽക്കാതിരിക്കാം, എന്നാൽ ഫിനെഹാസ് എഴുന്നേറ്റു. അതോടെ ആ ബാധ നിന്നു. അപ്പോൾ അന്ന് ആ സമൂഹത്തിൽ ഫിനെഹാസ് നമ്പർ 1 ആയിട്ട് മാറുകയാണ്. ഇതുപോലെ ദൈവത്തിന് വേണ്ടി എരിവോടെ എഴുന്നേൽക്കുന്നവരെല്ലാം 1-ാം സ്ഥാനത്ത് വരികയാണ്. ഏലീശ എങ്ങനെയാണ് 1-ാമനായത്? ഏലിയാവ് പോകുമ്പോൾ, ഏലിയാവ് കഴിഞ്ഞാൽ ഏലീശ അല്ലായിരുന്നു. സീനിയോറിറ്റി അനുസരിച്ച് വേറെ ആരൊക്കെയുണ്ട്. ഏലീശ അതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തിയൊന്നുമല്ല. എന്നാൽ ഏലീശ എടുത്ത തീരുമാനമാണ് ഏലിയാവിന് ശേഷം ഏലീശയെ 1-ാമനാക്കിയത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ എഫർട്ടുകൾ, നമ്മുടെ തീഷ്ണത, നമ്മുടെ ആത്മാർത്ഥത, ഇതെല്ലാം കൂടി ചേരുമ്പോൾ 1-ാം സ്ഥാനത്ത് നമുക്ക് കടന്നു വരാൻ കഴിയും. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് സംസാരിച്ചു. അവിടെ ചില ക്രമീകരണങ്ങൾക്കായിട്ട് അവൻ ശബ്ദം ഉയർത്തി, അവൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ? അതൊന്നും അവന് വിഷയമല്ല. ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ ഞാൻ എന്ത് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. തെറ്റാകട്ടെ ശരിയാകട്ടെ, ഞാൻ സംസാരിക്കും. അങ്ങനെ ഒരു ബോധ്യത്തിൽ ശിമോൻ എഴുന്നേൽക്കുകയാണ്. ഒന്നാമനാകാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നാമത് ചെയ്യേണ്ടത് സംസാരിച്ചു തുടങ്ങുക. തെറ്റുമെങ്കിൽ തെറ്റട്ടെ, സംസാരിച്ചു തുടങ്ങുക. പ്രസംഗം അങ്ങനെയാണ്, പ്രവചനം അങ്ങനെയാണ്, ശുശ്രൂഷകൾ അങ്ങനെയാണ്, സുവിശേഷീകരണം അങ്ങനെയാണ്. എങ്ങനെ തുടങ്ങും? അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ തന്നെ, എപ്പോൾ തോന്നുന്നു അപ്പോൾ തുടങ്ങുക. എനിക്ക് സുവിശേഷം പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ് 50 കൊല്ലമായിട്ട് ഇരിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് എപ്പോഴാണ് ആരംഭിക്കണം അപ്പോൾ ആരംഭിക്കണം. അത് എപ്പോഴാണ്? ഇതാകുന്നു സുപ്രസാദ കാലം. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുക. ഒന്നാമത് സംസാരിച്ചു തുടങ്ങുക. എങ്ങനെ സംസാരിക്കണം? വ്യക്തമായി സംസാരിക്കുക. അടുത്തത്, മറ്റുള്ളവർ സംസാരിക്കട്ടെ എന്ന് കാത്തു നിൽക്കരുത്. നീ സംസാരിച്ചു തുടങ്ങുക. ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്, മറ്റുള്ളവർക്ക് എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് മോശ പറഞ്ഞിട്ടും ദൈവം പറഞ്ഞു, ഇല്ല, നീ തന്നെ സംസാരിക്കണം. കർത്താവേ, എൻ്റെ സഹോദരൻ നന്നായിട്ട് സംസാരിക്കും, ഭയങ്കര സംസാരമാണ്, അവൻ നന്നായിട്ട് വർത്താനം പറയാൻ അറിയാം, എന്നാൽ അവനെ വിളിച്ചോ. എന്നാൽ നീ അവനോട് സംസാരിക്കണം, അവൻ ജനത്തോട് സംസാരിക്കണം. നീ അവന് ദൈവമായിരിക്കും, അവൻ നിനക്ക് പ്രവാചകനായിരിക്കും. നീ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം, മോശേ, നിനക്കെത്ര വിക്കുണ്ടെങ്കിലും നിനക്കെത്ര കഴിവുകേടുണ്ടെങ്കിലും നീ തന്നെ പറയണം. നിനക്ക് പകരം ഞാൻ വേറെ ആരെ ആക്കിയിട്ടില്ല. ഞാൻ നിന്നോട് സംസാരിക്കും, നീ അത് അവരോട് പറയണം. ഞാൻ അഹരോനോട് സംസാരിക്കില്ല, ഞാൻ നിന്നോട് സംസാരിക്കും. അതിൻ്റെ അർത്ഥം, ദൈവിക നിയോഗത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർ സംസാരിക്കണം. ദൈവം അവർക്ക് പകരം വേറെ ആരെയും വെച്ചിട്ടില്ല. നിങ്ങളെ ദൈവം വിളിച്ചത് സംസാരിക്കാനാണ്. ഇന്ന് തന്നെ സംസാരിച്ചു തുടങ്ങുക. വ്യക്തമായി സംസാരിക്കുക. ആൾക്കാർ കേട്ടാലും കേട്ടില്ലെങ്കിലും
വ്യക്തമായി സുവിശേഷം പറയുക. മറ്റുള്ളവർക്ക് അവസരം കൊടുത്ത് മാറി നിൽക്കുന്ന ആ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ തുടങ്ങുക. ഞാൻ പ്രാർത്ഥനകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ പലരും പ്രാർത്ഥിക്കാൻ ചിലർ മാത്രം 2-3 പേര് മാത്രമേ പ്രാർത്ഥിക്കൂ. എല്ലാ ചർച്ചകളിലും അങ്ങനെയാണ്. ഒഴിഞ്ഞു മാറുന്ന കുറെ പേരുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കില്ല, ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സംസാരിക്കില്ല. പത്രോസ് എങ്ങനെ ഒന്നാമനായി? അവനങ്ങോട്ട് മുന്നോട്ട് വന്നു. തെറ്റണമെങ്കിൽ തെറ്റട്ടെ, പൊട്ടണമെങ്കിൽ പൊട്ടട്ടെ, അബദ്ധമെങ്കിൽ അബദ്ധം, മണ്ടത്തരമെങ്കിൽ മണ്ടത്തരം. അബദ്ധങ്ങൾ പറ്റുമ്പോൾ ചിരിക്കാൻ ഒത്തിരി പേരുണ്ട്. എന്നാൽ അബദ്ധങ്ങൾ പറ്റാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല. അബദ്ധങ്ങൾ വരണം, മറ്റുള്ളവർ ചിരിക്കണം, മറ്റുള്ളവരൊന്ന് കളിയാക്കണം. നീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി പേര് പറയും അത് ശരിയായില്ലെന്ന് പറയും. നീ പറഞ്ഞത് കൊണ്ടല്ലേ ശരിയായില്ലെന്ന് പറയാൻ അവർക്ക് പറ്റിയത്. അപ്പോൾ അവരത് പറയാൻ നീ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. 2, ഐക്യതയുടെ നടുവിൽ സംസാരിക്കണം. ആ 120 പേരുള്ള സംഘം കൂടിയിരിക്കുമ്പോൾ യൂണിറ്റിയുടെ നടുവിലാണെങ്കിൽ അവിടെ വിമർശനങ്ങൾക്ക് വലിയ വിലയില്ല. ഒറ്റക്കെട്ടാണ്. ഒരാൾ സംസാരിച്ചാൽ ബാക്കിയുള്ളവർ പിന്താങ്ങും. നീ എല്ലായിടത്തും പോയി സംസാരിക്കരുത്. നീ സംസാരിച്ച് തുടങ്ങേണ്ട സ്ഥലം ദൈവസഭയിലാണ്. ഐക്യമത്യത്തോടെ ഇരിക്കുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ നീ എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. നീ ദൈവവചനം പറയാൻ തുടങ്ങണം. അടുത്തത്, ഒരു പദ്ധതിയോടുകൂടി സംസാരിക്കണം. അവന് പറയാനായിട്ടൊരു വിഷയമുണ്ട്. ദൈവത്തിൽ നിന്ന് ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിന് യാതൊരു കഴമ്പുമില്ലാതെയാവും. പലരോട് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയില്ല. എഴുന്നേറ്റ് നിന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. ഒരു 5 മിനിറ്റ് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ പോലും പറയാൻ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് പലർക്കും. നീ സംസാരിക്കുക, ഒരു പദ്ധതിയോടെ സംസാരിക്കുക. സഹോദരങ്ങളുടെ നടുവിൽ എഴുന്നേൽക്കുക, ഐക്യതയുടെ നടുവിൽ എഴുന്നേൽക്കുക. നീ ഒന്നാമനായി മാറും. അപ്പം ഈ സന്ദേശം പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ന് വരെ മറ്റുള്ളവർ, അവരായിക്കട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ, അവർ പ്രസംഗിക്കട്ടെ, അവർ സുവിശേഷം അറിയിക്കട്ടെ, അവർ മുന്നിൽ നിൽക്കട്ടെ. എല്ലാവരും മുന്നിൽ നിർത്തലല്ല നിന്റെ ജോലി. നീ മുന്നിൽ കയറിയാൽ ഒത്തിരി പേരെ മുന്നിലേക്ക് കയറ്റാൻ കഴിയും. നീ മുന്നിൽ വാ, എന്നിട്ട് ഒരു വലിയ ജനറേഷനെ മുന്നിലേക്ക് തള്ളിവിട്. ഒന്നാമനായ പത്രോസ്. നമുക്കും അങ്ങനെ കുതിക്കാൻ കഴിയും. ഇന്ന് ഈ സന്ദേശം കേട്ട നിങ്ങൾ ഇനി പുറകിൽ കിടക്കരുത്. എഴുന്നേൽക്ക്, വ്യക്തമായി സംസാരിച്ചു തുടങ്ങും. വലിയ ദൈവപ്രവർത്തികളെ കാണും. പ്രാർത്ഥിക്കാം. യേശുവേ, പല കാര്യത്തിലും ഒഴിഞ്ഞു മാറി ദൈവസഭയിലും മറ്റുള്ളവരിടയിലും ഒഴിഞ്ഞു മാറി നടക്കുന്ന പലരും മുന്നിലേക്ക് കയറി വരുവാൻ, വാക്കുകളിൽ തെറ്റിയാലും അബദ്ധങ്ങൾ പിണഞ്ഞാലും പിന്മാറാതെ, മടുക്കാതെ, നിരാശപ്പെടാതെ ദൈവസഭയുടെ നടുവിൽ എഴുന്നേൽക്കുവാൻ, സാക്ഷികളാകുവാൻ, ഉത്സാഹത്തോടെ എഴുന്നേൽക്കുവാൻ, പദ്ധതിയോടെ എഴുന്നേൽക്കുവാൻ, അവരുടെ വിളി തിരിച്ചറിഞ്ഞൊന്ന് എഴുന്നേൽക്കുവാൻ ഓരോരുത്തർക്കും അങ്ങ് പ്രത്യേകം കൃപ കൊടുക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരിൽ കത്തണം. എഴുന്നേൽക്കാനുള്ള ആത്മിക ഇന്ധനം അവർക്കുണ്ടാകണം. അതിനുള്ള പദ്ധതി അവരെ അങ്ങ് വെളിപ്പെടുത്തണം. ആവേശമുള്ളവരായി മാറട്ടെ. യേശുവിന് വേണ്ടി തീഷ്ണതയുള്ളവരാകട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും ഇത് കേൾക്കുന്നവരുടെ മേൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിന്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ നടുവിൽ സൗഖ്യങ്ങളും വിടുതലുകളും ഒരു സാധാരണ സംഭവമായിട്ട് മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെയും നമുക്ക് ഇതേ സമയത്ത് ഒരുമിച്ച് കാണാമല്ലോ. താങ്ക് യു.
ഗോഡ് ബ്ലെസ് യു.